ഈ പെൺകുട്ടി ഒരു വലിയ ഡോക്ടറാണ്. ഫ്രഷായ ഇറച്ചി ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത അവൾ എന്നും വാങ്ങി കഴിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലും മറ്റുമുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഇറച്ചിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പയ്യൻ ആ പെൺകുട്ടിയെ കാണാൻ വരുന്നു. കാരണം വെജിറ്റേറിയൻ ആയ അവന്റെ കൂട്ടുകാരൻ ഒരു ദിവസം അറിയാതെ മട്ടൻ ഇറച്ചി കഴിച്ച് അവന്റെ വയറ് ചീത്തയാകുന്നു. കൂട്ടുകാരനെ ചികിത്സിക്കാൻ വേണ്ടി അവൻ ഡോക്ടറായ ആ പെൺകുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അവനെ പരിശോധിച്ച് അവന് വേണ്ട മെഡിസിൻ എല്ലാം എഴുതി കൊടുത്ത് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കെ അവൾ ആ പയ്യനോട്, ഞാൻ ഇതുവരെ ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചിയൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും മാർക്കറ്റിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി മാത്രമേ കഴിക്കാറുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് പാചകം ചെയ്ത് കൊണ്ടുവരാമെന്ന് ആ പയ്യൻ മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ഒരു ദിവസം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുയലിന്റെ ഇറച്ചി കുക്ക് ചെയ്ത് അവൻ ആ ഡോക്ടറെ കാണാനെത്തി. അത് കഴിച്ചു നോക്കി അവൾ ആകെ ഷോക്കാകുന്നു. കാരണം അവളുടെ ജീവിതത്തിൽ അവൾ ഇത്ര രുചികരമായ ഫ്രഷ് ആയ ഇറച്ചി കഴിച്ചിട്ടില്ല. ആ പയ്യൻ അവളോട് ഇനി മുതൽ എല്ലാ ദിവസവും നമുക്ക് പലതരത്തിലുള്ള ഇറച്ചി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഒരു ദിവസം അവളെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പിടിച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിനെ പുറത്ത് വെച്ച് തന്നെ പാചകം ചെയ്ത് അവർ ഒരുമിച്ച് കഴിക്കുന്നു. ഇതിലെ ഞെട്ടിക്കുന്ന കാര്യം ഓൾറെഡി ആ ഡോക്ടറായ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളുടെ ഭർത്താവ് ഒരു വെജിറ്റേറിയൻ ആയതു കാരണം വീട്ടിലൊന്നും അവൾ കഴിക്കുന്നത് പച്ചക്കറികൾ മാത്രമാണ്. ഇത് കാരണം തന്നെ അവൾക്ക് ഭർത്താവിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. സോ ഭർത്താവ് ജോലിക്ക് പോയാൽ ഉടനെ അവൾ ആ പയ്യനെ വിളിച്ച് അവന്റെ കൂടെ നാട് മൊത്തത്തിൽ കറങ്ങി പലതരത്തിലുള്ള ഇറച്ചി ട്രൈ ചെയ്ത് നോക്കുന്നു. കുറച്ചു ദിവസം കൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ കൂട്ടായി. ആ പയ്യൻ അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് അവൻ ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അവൾക്ക് വ്യത്യാസമായി എന്തെങ്കിലും കുക്ക് ചെയ്തു കൊടുത്ത് അവളെ വളക്കാൻ വേണ്ടി അവൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഡോക്ടറായ അവന്റെ ഒരു കൂട്ടുകാരന്റെ സഹായത്തോടെ അവന്റെ സ്വന്തം കാലിലെ തുടയിറച്ചി അവൻ കുറച്ച് വെട്ടിയെടുക്കുന്നു. അതുപയോഗിച്ച് ഒരു ഡിഷ് പാചകം ചെയ്തവൻ ആ പെൺകുട്ടിയെ കാണാൻ ചെന്ന് അത് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. അത് വായിൽ വെച്ചതും അസാധ്യമായി അതിന്റെ രുചി കാരണം അവൾ അവളെ തന്നെ മറന്ന് ആകെ മയങ്ങി പോകുന്നു. ഉടനെ ആ പയ്യനെ വിളിച്ച് അവൾ അവനോട്, ഇന്നലെ നീ എനിക്ക് ഏത് ജീവിയുടെ ഇറച്ചിയാണ് കൊണ്ടുവന്ന് തന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഒന്ന് പകച്ചുപോയവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം പതിയെ അവളോടവൻ, എന്റെ തുടയിറച്ചിയാണ് നീ ഇന്നലെ കഴിച്ചതെന്ന് പറഞ്ഞ് അവന്റെ തുട അവൾക്ക് കാണിച്ചു കൊടുത്തു. ദേഷ്യം വന്നവൾ അവനോട് മറുത്തൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പക്ഷേ കുറച്ചു മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവനോടുള്ള ദേഷ്യമെല്ലാം മാറി അവൾ ഓക്കെ ആയെങ്കിലും അവന്റെ ഇറച്ചിയുടെ രുചി പിടിച്ചു പോയവൾ അത് വീണ്ടും വീണ്ടും കഴിക്കാൻ അവൾക്ക് ആഗ്രഹം വരുന്നു. ഒരു മടിയോടെയാണെങ്കിലും അവൾ ഇപ്പോൾ ആ പയ്യനോട് കാര്യം പറയുന്നു. ഒരു പ്രശ്നവുമില്ലാതെ അവൻ വീണ്ടും അവന്റെ കൂട്ടുകാരനെ കാണാൻ ചെന്ന് അവന്റെ ദേഹത്തു നിന്നും കുറച്ച് ഇറച്ചിയെടുത്ത് പലതരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കഴിക്കാൻ കൊടുത്തു. ദിവസങ്ങൾ പോകെ പോകെ അവളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ ആരംഭിച്ച് ഒരു ദിവസം അവൾ ആ പയ്യനെ വിളിച്ച് ഒരു മോർച്ചറിയിൽ കയറി. അവിടെയുള്ള ബോഡികളിൽ നിന്നും വേണ്ട സാധനങ്ങൾ വെട്ടിയെടുത്ത് അവനോടവൾ അവൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറയുന്നു. അവൾക്ക് വന്ന മാറ്റം കണ്ട് ആ പയ്യനാകെ ഭയന്നു വിറച്ചു. ശബ്ദം കേട്ട് അവിടേക്ക് ഒരു ഗാർഡ് വരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാതെ അന്നവർ തിരിച്ചു പോയെങ്കിലും അവളുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആ പയ്യൻ തീരുമാനിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കെ റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളെ പിടിച്ച് അയാളെ ഇല്ലാതാക്കി അവൻ ഇറച്ചി വെട്ടിയെടുക്കാൻ നോക്കുന്നു. ശബ്ദം കേട്ട് അവിടേക്ക് വന്നൊരു പോലീസുകാരൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് അവനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ എത്രയടിച്ചിട്ടും ആ പെൺകുട്ടിയുടെ പേര് മാത്രം അവൻ പുറത്തു പറഞ്ഞില്ല. പക്ഷേ അവനയച്ച മെസ്സേജുകളും മറ്റും പോലീസ് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അവൾ ആരാണെന്ന് മനസ്സിലാക്കി അവരെ രണ്ടുപേരെയും പോലീസ് അന്ന് അറസ്റ്റ് ചെയ്യുകയാണ്.